രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. രാധയുടെ പ്രണയം നമ്മൾ 107ാമത്തെ എപ്പിസോഡിലേക്ക് രാധാറാണിയുടെ അനുഗ്രഹം കൊണ്ട് ഞാൻ കടക്കുന്നു. രാധാറാണിയുടെ അനുഗ്രഹം കൊണ്ട് നിങ്ങളൊക്കെ അത് കേൾക്കുകയും ചെയ്യുന്നു. ഇതിനു മുമ്പുള്ള എപ്പിസോഡ് കേൾക്കേണ്ടവർ പ്ലേലിസ്റ്റ് എടുത്താൽ മതി. എല്ലാ തിങ്കളാഴ്ചയും 12 മണിക്ക് നാരായണീയം, ചൊവ്വാഴ്ച രാധയുടെ പ്രണയം, വ്യാഴാഴ്ച അഷ്ടപതി മറക്കരുത്, കാണണം. നിങ്ങൾ രാധയുടെ പ്രണയം കാണുന്ന ഓരോ പ്രേക്ഷകരും അഷ്ടപതിയും കണ്ടു നോക്കെ. ധനധാന്യ സമ്പത്തുകളുണ്ടാകും, വീട്ടിൽ ദുഃഖങ്ങൾ ഇല്ലാതാകും, വീട്ടിൽ പരസ്പര സ്നേഹങ്ങൾ ഉണ്ടാകും, പ്രണയിക്കുന്നവർക്ക് അത്യുത്തമമായിരിക്കും. എല്ലാ വെള്ളിയാഴ്ചയും മോക്ഷം കിട്ടേണ്ടവര് ധർമ്മപദം. അതുകൂടാതെ ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്, ജ്യോതിഷ ഫലം, ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് എന്തെങ്കിലും സംശയമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പറുണ്ട്, 9645333999 എന്നെ വിളിച്ചാൽ മതി. അതുകൂടാതെ ഹിന്ദുക്കൾ അറിയേണ്ടവയുണ്ട്. അഷ്ടാവക്ര ഗീത നിങ്ങൾ കേട്ടിരിക്കണം. ഒരിടത്തൊരിടത്തൊരു അച്ഛനുണ്ടായിരുന്നു എന്ന വീഡിയോ കാണണം. ഏയ് അച്ഛ പ്ലീസ് മകളെ ഒന്ന് കെട്ടിപ്പിടിക്കൂ എന്ന വീഡിയോ കാണണം. നിങ്ങൾ നിശ്ചയമായും കാണണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഓം രാധായൈ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. എന്റെ കൂടെ വിളിച്ചോ. ബർസാനേ വാലി രാധാറാണിക്ക് ജയ്. എന്റെ മാതാവ് രാധാറാണിക്ക് കേട്ടുകൊണ്ടിരിക്കുന്നവർ വിളിച്ചോളൂ ജയ്. എനിക്ക് സർവ്വ ഐശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എന്റെ പൊന്ന് രാധാറാണി അമ്മാക്കി ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മാക്കി ജയ്.
എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണി അമ്മയ്ക്ക് ജയ്. അപ്പോൾ നിങ്ങൾ കഠിന കൃഷ്ണഭക്തനായ ഞാൻ എങ്ങനെ രാധാഭക്തനായെന്നൊരു വീഡിയോ ഉണ്ട്, നിശ്ചയമായും അത് കാണണം. വേണ്ടവർക്ക് ലിങ്ക് അയച്ചു തരാം. ആ ലിങ്കിന് എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചാൽ മതി, ഞാൻ അയച്ചു തരുന്നതായിരിക്കും. അപ്പൊ രാധയുടെ പ്രണയം, അതെ, സാക്ഷാൽ വിശാഖ രാധാകുണ്ടിന്റെ അടുക്കൽ ചെല്ലുകയാണ്. രാധാകുണ്ടിന്റെ അടുക്കൽ ചെന്നു, ആ ജലത്തിലേക്ക് ഇറങ്ങി ധ്യാനിക്കാൻ തുടങ്ങി. ഓം രാധായേ സ്വാഹ, ഓം രാധായേ സ്വാഹ, ഓം രാധായേ സ്വാഹ. ആ സമയത്ത് വിശാഖയ്ക്ക് തോന്നുകയാണ്, ആരോ തന്നെ പിടിച്ച് കാല് താഴോട്ട് വലിക്കുകയാണ്. വിശാഖ കുതിരാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. ബലം പ്രയോഗിച്ച് ആരോ തന്നെ താഴേക്ക് കൊണ്ടുപോവുകയാണ്. അതെ, വെള്ളം തൻ്റെ കഴുത്തറ്റമായി കഴിഞ്ഞു. ആ കഴുത്തറ്റം മാറി ഇതാ ഇപ്പോൾ നമ്മുടെ ആ മൂക്ക്, കണ്ണ്, അതേ തല അതിന് മുകളിലായി കഴിഞ്ഞു. ഇപ്പൊ പൂർണ്ണമായും വിശാഖ ജലത്തിന്റെ അടിയിലാണ്. പക്ഷേ ജലത്തിന്റെ അടിയിലായതിന്റെ യാതൊരുവിധ വെപ്രാളങ്ങളോ കുഴപ്പങ്ങളോ അനുഭവപ്പെടുന്നില്ല. അപ്പോൾ നോക്കിയപ്പോൾ കാണാം അതിസുന്ദരിയായ ഒരു യുവതിയാണ് വിശാഖയുടെ കാലുകളിൽ പിടിച്ചു വലിക്കുന്നത്. എന്തൊരു ശക്തിയാണ് അവൾക്ക്! അവൾ വിശാഖയെ ചേർത്ത് വെച്ചിട്ട് പറഞ്ഞു, എൻ്റെ കൂടെ വരൂ. വിശാഖ ചോദിച്ചു, എങ്ങോട്ടേക്ക്? പറഞ്ഞു തരാം, എൻ്റെ കൂടെ വരൂ. അവൾ വിശാഖയും ആ സുന്ദരിയായ സ്ത്രീയും കൂടെ ഇങ്ങനെ പോവുകയാണ്. അപ്പൊ വിശാഖ കാണുകയാണ് ഭയങ്കരമായ പ്രകാശമുള്ള ഒരു ഗുഹ, അതീവ പ്രകാശമുള്ള ഒരു ഗുഹ. ആ ഗുഹയുടെ വശങ്ങളിലൊക്കെ രത്നക്കല്ലുകൾ പതിപ്പിച്ചിരിക്കുന്നു. അവിടെ എങ്ങും മറ്റാരെയും കാണുന്നില്ല. ആ ഗുഹയിലൂടെ ഇങ്ങനെ കടന്നു പോവുകയാണ്. താൻ ഇതുവരെ ശ്വസിച്ചിട്ടില്ലാത്ത, ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്ത ഏതോ ഒരു പൂവിൻ്റെ സുഗന്ധം, അസാധാരണമായ സുഗന്ധം. ശരീരം മുഴുവനും കുളിരു കോരിയിടുന്ന ഒരനുഭവം. മനസ്സിൽ ദുഃഖങ്ങളേയില്ല, ഭയങ്കരമായ ആനന്ദം. അതുവരെ തൻ്റെ ബന്ധങ്ങളെക്കുറിച്ചോ വീട്ടുകാരെക്കുറിച്ചോ ഒന്നിനെക്കുറിച്ച് പോലും ചിന്തിക്കുന്നില്ല. എന്തൊരു സന്തോഷം! തിരിച്ചു പോകണമെന്ന ചിന്ത പോലും ഇപ്പോൾ വിശാഖയ്ക്കില്ല. വിശാഖ ആ പ്രദേശം ഇഷ്ടപ്പെട്ടു തുടങ്ങി. ആ വെളിച്ചം നിറഞ്ഞ ഗുഹയ്ക്കകത്ത് നിന്ന് പുറത്തു കടന്നപ്പോൾ അവിടെയൊക്കെ തനിക്ക് പേരറിയാൻ പാടില്ലാത്ത വൃക്ഷങ്ങള്, അതിൽ തനിക്ക് പേരറിയാൻ പാടില്ലാത്ത ഫലങ്ങൾ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നു. അതിലൊരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ വന്നിരുന്നു. അതിൽ നിന്ന് ഒരു പഴം പിച്ചി ഈ സ്ത്രീ വിശാഖയ്ക്ക് കൊടുത്തിട്ട് പറഞ്ഞു, കഴിക്കൂ. വിശാഖ ആ പഴം കഴിച്ചു. അത്ഭുതപ്പെട്ടു പോയി. എന്തൊരു മധുരമാണ്! ഇങ്ങനെ ഒരു പഴം ഭൂമിയിൽ എവിടെയുമില്ല. വിശാഖയ്ക്ക് ആ പഴം കഴിച്ചു കഴിഞ്ഞപ്പോൾ താൻ മറ്റാരോ ആണെന്ന് തോന്നി. അത്രമാത്രം ഒരു സംതൃപ്തി തോന്നി. അപ്പോൾ വിശാഖ ചോദിച്ചു, നിങ്ങൾ ആരാണ്? എന്തിനാണ് നിങ്ങൾ എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്? അപ്പോൾ ആ സ്ത്രീ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, വിശാഖയെ, ഞാൻ നിന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് മറ്റൊരു ഉദ്ദേശത്തിലാണ്. ഇതിപ്പോ തൽക്കാലം നമ്മൾ വിശ്രമിക്കുകയാണ്. വിശാഖയെ, നിന്നെ ഞാൻ ഗോലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. അപ്പോൾ ചോദിച്ചു, ഗോലോകമോ? അതെവിടെയാണ്? ആ പെൺകുട്ടി പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, വിശാഖയെ, നിന്നെ ഞാൻ ഗോലോകത്തേക്ക് എത്തിക്കും. അപ്പൊ ചോദിച്ചു, അല്ല, എന്നെ എന്തിനാണ് ഗോലോകത്തേക്ക് കൊണ്ടുപോകുന്നത്? അതിനൊരു പ്രത്യേക കാരണമുണ്ട്. ഭൂമിയിൽ രാധാറാണി അവതരിച്ചിരിക്കുകയാണ്. നീ രാധാറാണിയുടെ പ്രിയപ്പെട്ട തോഴിയുമാണ്. ശരിക്കും പറഞ്ഞാൽ അപ്പോൾ മാത്രമാണ് വിശാഖ രാധാറാണിയെ കുറിച്ച് പോലും ചിന്തിക്കുന്നത്. അപ്പോൾ പറഞ്ഞു, അതേ, വിശാഖയെ, നിന്നെ കൊണ്ട്
രാധാറാണിക്ക് ഒരു വലിയ വലിയ സഹായം വേണ്ടി വരും. എന്നെ കൊണ്ട് രാധാറാണിക്കോ? അതേ വിശാഖേ, രാധാറാണി വൃന്ദാവനം വിടാൻ ഇനി അധിക നാളില്ല. വിശാഖ പറഞ്ഞു, എന്ത്, രാധാറാണി വൃന്ദാവനം വിടാനോ? അപ്പോൾ പറഞ്ഞു, അതെ, കാത്തിരിക്കുക നീ, രാധാറാണി വൃന്ദാവനം വിടാൻ ഇനി അധിക നാളില്ല. അപ്പോൾ രാധാറാണി ഒറ്റയ്ക്ക് പോകാൻ പാടില്ല, നീ കൂടെ പോകണം. വിശാഖ പറഞ്ഞു, ഞാനോ? രാധാറാണി എന്തിന് വൃന്ദാവനം വിടുന്നു? ഞാൻ കൂടെ പോകാൻ? അപ്പോൾ എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, അപ്പൊ എൻ്റെ സഹോദരങ്ങൾ, അവരെയൊക്കെ കളഞ്ഞിട്ട് ഞാൻ എങ്ങനെയാണ് പോകുന്നത്? അപ്പോൾ ആ യുവതി പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, അതിനു വേണ്ടിയാണ് നിന്നെ ഞാൻ കൊണ്ടുവന്നത്. നീ ആരാണെന്ന് മനസ്സിലായി കഴിയുന്നതോടുകൂടി നിനക്ക് പിന്നെ ഈ ബന്ധുബലങ്ങളൊന്നും ഒരു വിഷയമാകില്ല. നീ രാധാറാണിയുടെ കൂടെ പോകും. രാധാറാണിയെ തനിച്ചു വിടുന്നതിൽ ഞങ്ങൾക്കാർക്കും താല്പര്യമില്ല. രാധ എന്തിനാണ് വൃന്ദാവനം വിടുന്നത്? രാധ എങ്ങോട്ടേക്കാണ് വൃന്ദാവനം വിട്ടു പോകുന്നത്? അപ്പോൾ വീണ്ടും ആ യുവതി പറഞ്ഞു, നിന്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കാലം തരും, നീ കാത്തിരിക്കുക. പക്ഷേ രാധ എവിടെ പോയാലും, രാധാറാണി എവിടെ പോയാലും ഒരു നിഴല് പോലെ നീ ഉണ്ടാകണം. അപ്പൊ വിശാഖ പറഞ്ഞു, എനിക്ക് രാധാറാണിയെ ഇഷ്ടമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ രാധാറാണി വൃന്ദാവനം വിട്ടു പോകുമ്പോൾ എൻ്റെ ബന്ധുക്കളെ ഉപേക്ഷിച്ചിട്ട് എനിക്ക് എങ്ങനെ പോകാൻ പറ്റും? ഞാൻ പോകാമെന്ന് പറഞ്ഞാലും എൻ്റെ മാതാപിതാക്കള് അതിന് അനുവാദം തരികയില്ലല്ലോ. അപ്പൊ സ്ത്രീ പറഞ്ഞു, നീ ക്ഷമിക്കുക വിശാഖേ, നിന്റെ കാഴ്ചകളെല്ലാം പൂർണ്ണമാകുമ്പോഴും നിനക്കിതേ അഭിപ്രായമാണെങ്കിൽ നീ പറഞ്ഞുകൊള്ളൂ. അങ്ങനെയാണെങ്കിൽ നീ പോകേണ്ടി വരില്ല. പക്ഷേ നീ അറിയുക, നീ ആരാണെന്നറിയാനാണ് നമ്മൾ ഗോലോകത്തേക്ക് പോകുന്നത്. അപ്പോൾ ചോദിച്ചു, എന്നെ ഗോലോകത്തേക്ക് കൊണ്ടുപോകുന്നത് ഭൂമിയിൽ രാധാറാണിക്ക് ഞാൻ സഹായം ചെയ്യാനാണോ? അപ്പോൾ പറഞ്ഞു, ചെറിയ സഹായമല്ല, അതൊരു വലിയ സഹായമാണ്. അതിന് നിശ്ചയമായും വിശാഖേ, നീ ആരാണെന്ന് അറിഞ്ഞാൽ മാത്രമേ നിനക്ക് രാധയെ അനുഗമിക്കാൻ പറ്റുകയുള്ളൂ. അതിനു വേണ്ടിയാണ് നിന്നെ രാധാകുണ്ടിലേക്ക് വിട്ടതും രാധാറാണിയാണ്. ആ രാധാകുണ്ടിൽ നിന്ന് നിന്നെ കൊണ്ടുപോകാനായിട്ട് ഞങ്ങൾക്ക് അനുവാദം തന്നത് ശ്രീകൃഷ്ണ ഭഗവാനുമാണ്. അപ്പോൾ വിശാഖ അമ്പരന്ന് പോയി, നിങ്ങൾക്ക് ശ്രീകൃഷ്ണ ഭഗവാനെ അറിയാമോ? അപ്പൊ ആ പെണ്ണ് ചിരിച്ചിട്ട് പറഞ്ഞു, നീ സമാധാനമായിട്ടിരിക്കൂ, നിനക്ക് എന്നെയും അറിയാം വിശാഖേ. എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. അപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു, ആകട്ടെ, തൽക്കാലം നമുക്ക് ഗോലോകത്തേക്ക് പോകണം. അപ്പൊ ചോദിച്ചു, ഈ ഗോലോകം എവിടെയാണ്? എന്താണ് ഗോലോകം എന്ന് പറയുന്നത്? അപ്പോൾ പറഞ്ഞു, നോക്കൂ, പ്രളയകാലത്ത് സകലതും നശിക്കുമ്പോൾ കോടി 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 സൂര്യന്റെ പ്രഭയുള്ള അസാധാരണമായ ഒരു ജ്യോതി സമൂഹമുണ്ട്. ആ വലിയ ജ്യോതി സമൂഹം, ആ ജ്യോതി സമൂഹത്തിന്റെ അന്തർഭാഗത്തായിട്ട് 3 ബ്രഹ്മാണ്ടങ്ങളുണ്ട്. 1 ബ്രഹ്മലോകം, 2 വൈകുണ്ഠം, 3 കൈലാസം. ഈ 3 എണ്ണത്തിന്റെയും മുകളിലായിട്ടാണ് ഏതുള്ളത്? സാക്ഷാൽ ഗോലോകം ഉള്ളത്. ഇതിന്റെ 3ന്റെയും മുകളിലാണ് ഗോലോകം എന്ന് പറയുന്നത്. അപ്പോൾ ചോദിച്ചു, ഈ ഗോലോകം എന്ന് പറയുന്നത് ശരിക്കും കൈലാസത്തിന്റെയും ബ്രഹ്മലോകത്തിന്റെയും വൈകുണ്ഠത്തിന്റെയും ഇതിന്റെ 3ന്റെയും മുകളിലാണെന്നാണോ പറയുന്നത്? അതേ വിശാഖേ, ഏറ്റവും മുകളിലാണ് ഗോലോകം. അതിന് താഴത്തായിട്ടാണ് മറ്റു ലോകങ്ങളൊക്കെ വരുന്നത്. നോക്കൂ, ഗോലോകത്തിന്റെ വിസ്താരം എന്തെന്നറിയുമോ നിനക്ക്? 3 കോടി യോജനയാണ് വിസ്താരം. 3 കോടി യോജന വിസ്താരം. മണ്ഡലാകാരമാണ് ഗോലോകം. രത്നഭൂമിയാണ് ഗോലോകം. അവിടെ നിലത്ത് പോലും രത്നങ്ങളാണ്. നീ ചവിട്ടുന്നത് ഭൂമിയിൽ മണ്ണിലാണെങ്കിൽ ഗോലോകത്ത് നീ ചവിട്ടുന്നത് രത്നങ്ങളിലാണ്. രത്നമയമാണ് ആരെന്ന് പറയുന്നത് ഗോലോകം. അവിടെ ആധികളില്ല, വ്യാധികളില്ല,
ജരകളില്ല, അസൂയയില്ല, രജോ ഗുണമില്ല, തമോ ഗുണമില്ല, സത്വഗുണമില്ല, യാതൊന്നും അവിടെയില്ല. അവിടെ കാലത്തിന് പോലും പ്രവേശനമില്ലാത്ത അസാധാരണമായ പുണ്യഭൂമിയാണത്. അവിടെ രത്നമന്ദിരങ്ങളാണ്. അവിടുത്തെ വീടുകൾ മുഴുവനും രത്നങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുകയാണ്. അപ്പോൾ അത്ഭുതപ്പെട്ട് വിശാഖ പറഞ്ഞു, രത്നങ്ങൾ കൊണ്ട് വീട് നിർമ്മിക്കുകയോ? അതെ, അവിടുത്തെ വീടുകളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് രത്നങ്ങൾ കൊണ്ടാണ്. നോക്കൂ, 50 കോടി യോജന ദൂരെ, 50 കോടി യോജന ദൂരെ ഗോലോകം സ്ഥിതി ചെയ്യുന്നിടത്ത് നിന്ന് 50 കോടി യോജന ദൂരെ വലതുഭാഗത്തായിട്ട് വൈകുണ്ഠം, ഇടതുഭാഗത്താണ് കൈലാസം. അപ്പൊ വിശാഖ പറഞ്ഞു, 50 കോടി യോജന ദൂരെയോ? അതെ, അത്രയും അകലമുണ്ട് ഗോലോകവും കൈലാസവും വൈകുണ്ഠവും ബ്രഹ്മലോകവും ഒക്കെ തമ്മിൽ. അത്രയ്ക്കിതുണ്ട്. ഈ ഗോലോകത്താണ് യോഗികൾ ഇവിടെ ഇരുന്ന് കാണാൻ ശ്രമിക്കുന്ന ജ്യോതിസ്. ആ പരമമായ ജ്യോതിസ് വിളങ്ങുന്നത് ആ ഗോലോകത്താണെന്ന് നീ അറിയുക. ശ്രീബുദ്ധൻ കണ്ട ജ്യോതിസ്, സകല യോഗികളും കണ്ട ജ്യോതിസ്, അസാമാന്യമായ പ്രകാശം. ആ പ്രകാശം ആ ജ്യോതിസിനുള്ളിലാണ്. ആ ജ്യോതിസിനകത്ത് ദ്വിബാഹുവായിട്ടുള്ള, മുരളീധരനായിട്ടുള്ള, ശ്യാമമേഘനായിട്ടുള്ള, മയിൽ പീലി തിരികിയിട്ടുള്ള സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ വാണരുളുന്നു. കിശോര രൂപമാണ് ശ്രീകൃഷ്ണന്. അതിസുന്ദരനാണ് ശ്രീകൃഷ്ണൻ. ആ ഗോലോകത്താണ് ഭഗവാന്റെ ഇടതുഭാഗത്തായി സാക്ഷാൽ രാധാറാണി. രാധാറാണി ഗോലോകത്തുള്ളതാണോ? വിശാഖ ചോദിച്ചു. അതേ, സാക്ഷാൽ രാധാറാണിയാണ് ഗോലോകത്തിന്റെ അധിപ. അപ്പോൾ കൃഷ്ണനല്ലേ ഗോലോകത്തിന്റെ അധിപ? അല്ല, കൃഷ്ണനല്ല. ഗോലോകത്തെന്തും രാധയുടെ ആജ്ഞ അനുസരിച്ചാണ് നടക്കുന്നത്. ഗോലോകത്തിന്റെ ചക്രവർത്തിയും ഗോലോകത്തിന്റെ ചക്രവർത്തിനിയും രാധാറാണി മാത്രമാണ്. രാധാറാണി അനുമതി കൊടുക്കുന്നവർക്ക് മാത്രമേ അവിടേക്ക് പ്രവേശനമുള്ളൂ. ഗോലോകത്തേക്ക് ഒരാളെ കയറ്റാൻ ശ്രീകൃഷ്ണ ഭഗവാൻ ആഗ്രഹമുണ്ടെങ്കിലും ശ്രീകൃഷ്ണ ഭഗവാൻ അത് ആദ്യം രാധയോട് പറയും. രാധാറാണി വിസമ്മതം പ്രകടിപ്പിച്ചാൽ അവർക്ക് പിന്നെ ഗോലോകത്തേക്ക് പ്രവേശനം നിഷേധിക്കുന്നതാണ്. രാധാറാണിയുടെ കയ്യിലാണ് ഗോലോകം എന്ന് പറയുന്നത്. ഇതൊക്കെ കേട്ട് അമ്പരന്നു പോയി. അപ്പോൾ പറഞ്ഞു, ആ ഗോലോകം കാണിക്കാനാണോ എന്നെ കൊണ്ടുപോകുന്നത്? അതേ വിശാഖേ, അതേ വിശാഖേ. അതിനു മുമ്പ് നിന്നോടൊരു കാര്യവും കൂടെ പറയണം. അതും നീ അറിഞ്ഞിരിക്കണം. എന്തിനാണ് രാധാറാണി ഭൂമിയിൽ വന്നതെന്ന് അത് നീ അറിഞ്ഞിരുന്നാൽ മാത്രമേ നിനക്ക് നീ ആരാണെന്ന് ബോധ്യപ്പെട്ട് രാധാറാണിയുടെ പാദസേവ ഭൂമിയിൽ ചെയ്യാൻ കഴിയൂ. എല്ലാം ഉപേക്ഷിച്ച് ചെയ്യാൻ കഴിയൂ. രാധ വൃന്ദാവനം വിടുമ്പോൾ നിനക്ക് കൂടെ പോകാൻ എങ്കിൽ മാത്രമേ കഴിയൂ. അവിടെ ദേവന്മാർ കാണുന്ന ഗോലോകം നിന്റെ കൺമുന്നിൽ ഞാൻ ആദ്യം കാണിച്ചു തരുന്നതായിരിക്കും. എന്നിട്ട് പറഞ്ഞു, ഇന്നേ 5300 വർഷങ്ങൾക്ക് മുമ്പ് അസുരന്മാര്, ദുഷ്ട രാജാക്കന്മാര്, അസുരന്മാരെക്കാൾ കഷ്ടമായ മനുഷ്യര്, അവരെ കൊണ്ട് ഭൂമിദേവി കലുഷിതമായി തീർന്നു. ഭൂമിദേവിക്ക് സഹികെട്ടുപോയി. ഈ ഭൂമിദേവി പശുവിന്റെ രൂപത്തില് വിറച്ചുകൊണ്ട് ആ ബ്രഹ്മാവിനെ ചെന്ന് കണ്ടിട്ട് പറഞ്ഞു, വയ്യ, ഭൂമിയിൽ ദുഷ്ട രാജാക്കന്മാരാണ്, ഇവരുടെ ഭാരം താങ്ങാൻ ഇനിയും എനിക്ക് വയ്യ എന്ന് പറഞ്ഞപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, നമുക്ക് ശിവനെ പോയി കാണാം. അങ്ങനെ അവര് ശിവന്റെ അടുക്കൽ ചെന്നു. ശിവൻ പറഞ്ഞു,
ഇതിനെന്തെങ്കിലും ഒരു മാർഗമുണ്ടാക്കാൻ സാക്ഷാൽ മഹാവിഷ്ണുവിനെ കഴിയൂ. അങ്ങനെ ബ്രഹ്മാവും പശുവിൻ്റെ രൂപം പ്രാപിച്ച ഭൂമിദേവിയും സാക്ഷാൽ ശിവഭഗവാനും കൂടെ ചേർന്ന് മഹാവിഷ്ണുവിൻ്റെ അടുക്കലേക്ക് ചെന്നു. അങ്ങനെ മഹാവിഷ്ണുവിൻ്റെ അടുക്കലേക്ക് ചെന്നു കഴിഞ്ഞപ്പോൾ പാലാഴിയിൽ ഇങ്ങനെ കിടക്കുകയാണ് സാക്ഷാൽ അനന്തശായിയായിട്ടുള്ള മഹാവിഷ്ണു. അപ്പോൾ അവരുടെ കൂടെ ദേവേന്ദ്രനുമുണ്ട്. അപ്പോൾ ചോദിച്ചു, അല്ല, ബ്രഹ്മാവും ശിവനും ദേവേന്ദ്രനും ഭൂമിദേവിയും എല്ലാവരും കൂടെ എന്തേ വന്നത്? ഭൂമിദേവി കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു, രക്ഷിക്കണം, രക്ഷിക്കണം, എനിക്ക് ഭാരം താങ്ങാൻ വയ്യ. ദുഷ്ടന്മാർ പെരുകിയിരിക്കുന്നു. ദുഷ്ടരാജാക്കന്മാരെ കൊണ്ട് നിവർത്തിയില്ല. അവരുടെ കീഴിൽ മനുഷ്യരും ദുഷ്ടരായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ വിശാഖ ചോദിച്ചു, ഇതൊക്കെ വിഷ്ണുവിൻ്റെ അടുത്ത് ചെന്ന് ഇവർ പറയുകയാണോ? അപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് ആ യുവതി പറഞ്ഞു, അതെ, വിഷ്ണുവിൻ്റെ അടുക്കൽ ചെന്ന് അവർ പറയുകയാണ്. 5300 വർഷങ്ങൾക്ക് മുമ്പ് വിശാഖേ, ഇന്ന് നീ ജീവിച്ചിരിക്കുന്നതിനും 5300 വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ വിശാഖയുടെ കണ്ണുകൾ വീണ്ടും വിടർന്നു. അപ്പോൾ വിശാഖ പറഞ്ഞു, എന്നിട്ട്? അപ്പോൾ മഹാവിഷ്ണു പറഞ്ഞു, നോക്കൂ, ഭൂമിയുടെ ഈ ഭാരം തീർക്കാൻ എനിക്ക് കഴിയില്ല. ഇത് തീർക്കാൻ ഗോലോകവാസിയായ ശ്രീകൃഷ്ണനെ കഴിയൂ. അപ്പോൾ ദേവന്മാരും ശിവനും ബ്രഹ്മാവും ആശ്ചര്യപ്പെട്ടു. അവര് പറഞ്ഞു, അല്ലയോ മഹാവിഷ്ണു ഭഗവാനെ, അങ്ങേക്ക് അതീതനായിട്ടൊരാളോ, മഹാവിഷ്ണുവിന് അതീതനായിട്ടൊരാളോ വിശ്വസിക്കാൻ പറ്റുന്നില്ല. മഹാവിഷ്ണു പറഞ്ഞു, എനിക്കതീതനായ ഒരാളുണ്ട്. അസാധാരണമായ ജ്യോതിസിനുള്ളിൽ ദീപാകുവായി പീതാംബരം ധരിച്ച്, വനമാല ധരിച്ച്, മകരകുണ്ടലങ്ങൾ ധരിച്ചു, മയിൽപീലി ധരിച്ച്, ചുരുൾ മുടിയുമായി, കാലിൽ പാദസ്വരങ്ങളും ചുറ്റി, മഞ്ഞ പീതാംബരം ധരിച്ച്, കയ്യിൽ ഓടക്കുടലേന്തിയ ശ്രീകൃഷ്ണൻ. അത് ശ്രീകൃഷ്ണൻ നമുക്കെല്ലാം അതീതനാണ്. ആ ശ്രീകൃഷ്ണൻ വസിക്കുന്ന സ്ഥലത്തേക്ക് നമുക്ക് പോകണം. കൃഷ്ണന് മാത്രമേ അവിടെ എത്താൻ പറ്റൂ. നമുക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റൂ. അപ്പോൾ പറഞ്ഞു, നമുക്ക് എങ്ങനെ പോകാം? അപ്പോൾ പറഞ്ഞു, നോക്കൂ, ആ ദ്വാരം, ആ ബ്രഹ്മാണ്ടത്തിന്റെ മുകളിലേക്കുള്ള ദ്വാരം, ഇത് വാമന അവതാര കാലത്ത് എൻ്റെ ഇടത് കാലിൻ്റെ തള്ളവിരൽ കൊണ്ട് മുറിഞ്ഞുണ്ടായ ദ്വാരമാണ്. അതിലൂടെ ബ്രഹ്മദ്രവം ഒലിക്കുന്നുണ്ട്. ആ ദ്വാരത്തിലൂടെ നമുക്ക് ഈ ബ്രഹ്മാണ്ടത്തിന് പുറത്ത് കടക്കണം. അങ്ങനെ ബ്രഹ്മാവും മഹാവിഷ്ണുവും ശിവനും ഭൂമിദേവിയും കൂടി ഈ ദ്വാരത്തിലൂടെ ബ്രഹ്മാണ്ടത്തിന് പുറത്തു കടന്നു. അവരത്ഭുതപ്പെട്ടു പോയി. പുറത്ത് കടന്നെ അവർ നോക്കിയപ്പോൾ ഈ ബ്രഹ്മാണ്ടം ഒരു തണ്ണിമത്തൻ പോലെ തോന്നി. ഏതുപോലെ എന്ന് പറഞ്ഞു തരാൻ ഞാൻ നിങ്ങളോട്. നമ്മുടെ ഭൂമിയിലുള്ളവർ ചന്ദ്രനിലൊക്കെ പോകുമല്ലോ, എന്നിട്ട് ചന്ദ്രനിൽ നിന്നുകൊണ്ട് ഭൂമിയെ നോക്കുമ്പോൾ എങ്ങനെ ഇരിക്കുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുപോലെയാണ് ഇവരാ ബ്രഹ്മാണ്ടത്തിന്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഭൂമിയിൽ നിന്ന് സ്പേസിലേക്ക് പോകുമല്ലോ, അപ്പൊ ആ ശൂന്യാകാശത്ത് നിന്നുകൊണ്ട് അവര് ഭൂമിയെ നോക്കും. അതുപോലെ ഇവര് വസിച്ചിരുന്ന ആ കൈലാസത്തിനും പിന്നെ വൈകുണ്ഠത്തിനും ബ്രഹ്മലോകത്തിനും മുകളിൽ അവരെത്തിക്കഴിഞ്ഞു. ആ എത്തിക്കഴിഞ്ഞ വഴിയാ ഞാൻ പറഞ്ഞു തന്നത്. വാമനാവതാര കാലത്ത് ഭഗവാന്റെ ഇടത് കാലിലെ നഖം കൊണ്ടുണ്ടായ ദ്വാരം, അതിലൂടെയാണ് ഇവർ പുറത്തു വന്നത്. അപ്പൊ ഇതൊരു തണ്ണിമത്തൻ പോലെയാണ് തോന്നിയത്. അപ്പോൾ പറഞ്ഞു, ഇനി നമ്മൾ എങ്ങോട്ടേക്കാണ് പോകുന്നത്? മറ്റൊരു ബ്രഹ്മാണ്ടത്തിലേക്ക്. അപ്പോൾ പറഞ്ഞു, മറ്റൊരു ബ്രഹ്മാണ്ടത്തിലേക്കോ? അതെ, നിങ്ങൾ എൻ്റെ കൂടെ വന്നുകൊള്ളൂ. നിരവധി ബ്രഹ്മാണ്ടങ്ങളുടെ ഒരു കേന്ദ്രമാണിത്. അങ്ങനെ എന്തു ചെയ്യുന്നു? വിഷ്ണു പറഞ്ഞതനുസരിച്ച് അവർ വീണ്ടും വീണ്ടും മുന്നോട്ടേക്കും പോവുകയാണ്. അങ്ങനെ അവരൊരു സ്ഥലത്തെത്തി. അവിടെ നിന്നുകൊണ്ട് അവർ നോക്കിയപ്പം കോടിക്കണക്ക് യോജനങ്ങൾക്കകലെയായിട്ട് 8 പുരങ്ങൾ അവർ കണ്ടു. ആ 8 പുരങ്ങൾക്കും മുകളിലായിട്ട് വിരജാ നദി ഇങ്ങനെ ഒഴുകുകയാണ്. ആ കാഴ്ച കണ്ടവരങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. അപ്പൊ 8 പുരങ്ങൾ അവരിങ്ങനെ കാണുകയാണ്. അതിനും മുകളിലായിട്ട് വിരജാ നദിയുടെ തീരം.
അങ്ങനെ അത് കണ്ട് അവരൊരു നഗരത്തിലെത്തി. അമ്പരന്ന് പോയി ദേവന്മാര്. അനന്ത കോടി സൂര്യന്മാരെ പോലെ ശോഭിക്കുന്ന നഗരം. അപ്പൊ ഇവര് പറയുകയാണ്, അല്ല, കൈലാസത്തിനും ബ്രഹ്മലോകത്തിനും വൈകുണ്ഠത്തിനും അപ്പുറം വേറെയും ലോകങ്ങളോ? മഹാവിഷ്ണു പുഞ്ചിരിച്ചു പറഞ്ഞു, നിരവധി ബ്രഹ്മാണ്ടങ്ങളുണ്ട്. അവരാ നഗരമിങ്ങനെ നോക്കി ഇവര് വിസ്മയമായി നിന്നുപോയി. അപ്പോൾ മഹാവിഷ്ണു പറഞ്ഞു, നമുക്ക് വീണ്ടും മുന്നോട്ട് പോകാം. അങ്ങനെ ഒരു സ്ഥലത്തെത്തിയപ്പോൾ മഹാവിഷ്ണു പറഞ്ഞു, ധ്യാനിക്കാം. അങ്ങനെ ബ്രഹ്മാവ് ആ ജ്യോതിസിനെ ധ്യാനിച്ചു. എല്ലാവരും ആ ജ്യോതിസിന് വേണ്ടിയല്ലേ ധ്യാനിക്കുന്നത്? ആ ജ്യോതിസിനെ ധ്യാനിച്ചു. ആ ജ്യോതിസിനെ ധ്യാനിച്ചപ്പോൾ, അസാമാന്യമായ പ്രകാശത്തെ ധ്യാനിച്ചപ്പോൾ, അപ്പൊ വിശാഖ പറഞ്ഞു, ധ്യാനിച്ചപ്പോൾ അപ്പോൾ ആ കൂടെ വന്ന യുവതി പറഞ്ഞു, അതേ, ക്ഷമയോടെ കേൾക്കൂ വിശാഖേ. അങ്ങനെ ധ്യാനിച്ചപ്പോൾ അതിനകത്തൊരു സ്ഥലം ഇങ്ങനെ അവര് കണ്ടു. അതിലൊരു സ്ഥലം കണ്ടു. അത് അവര് നോക്കിയപ്പോ കാണാം, എന്തൊരു പ്രകാശം ആ സ്ഥലത്ത് എന്ന് മാത്രവുമല്ല, പരമ അത്ഭുതമായിട്ട് താമരയുടെ തണ്ടുപോലെ വെളുത്ത നിറത്തിലുള്ളതും എണ്ണമറ്റ മുഖങ്ങളുള്ളതുമായ അനന്തൻ ശേഷനാഗത്തിന്റെ മടിയിൽ അവര് കാണുകയാണ്. എന്താണെന്ന് ഊഹിക്കാമോ? താമര തണ്ട് പോലെ വെളുത്ത അനവധി എണ്ണാൻ പറ്റാത്ത മുഖങ്ങളുള്ള ശേഷനാഗം. ആ ശേഷനാഗത്തിന്റെ മടിയിൽ അവര് കാണുകയാണ് ഗോലോക വൃന്ദാവനം. അപ്പൊ വിശാഖ പറഞ്ഞു, വൃന്ദാവനം ഭൂമിയിലല്ലേ വൃന്ദാവനം? ഭൂമിയിലാണ് വൃന്ദാവനം. ഞാൻ വൃന്ദാവനത്തിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ പറഞ്ഞു, ഭൂമിയിലെ വൃന്ദാവനം ഗോലോകത്തെ വൃന്ദാവനവുമായി നോക്കുമ്പോൾ ഒന്നുമല്ല വിശാഖേ. അപ്പോൾ ചോദിച്ചു, 2 വൃന്ദാവനമോ? അതേ, 2 വൃന്ദാവനമാണ്. ഈ വൃന്ദാവനത്തിൽ കാലമില്ല. അപ്പോൾ ചോദിച്ചു, കാലമില്ല എന്ന് പറഞ്ഞാൽ അവിടെ ഉള്ളവർക്കാർക്കും വയസ്സ് നിശ്ചയിക്കാൻ പറ്റില്ല. കാലമുണ്ടെങ്കിലല്ലേ നമ്മൾ 1 വയസ്സ്, 2 വയസ്സ്, 3 വയസ്സ് അങ്ങനെ പറയാൻ പറ്റൂ. ഇവിടെ ഉള്ളവർക്ക് മനസ്സില്ല. മനസ്സ് ഭൂമിയിലുള്ളവർക്ക് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഭൂമിയിൽ വെച്ച് മനസ്സിനെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നവർക്ക് മാത്രമേ ഗോലോകത്ത് വരാൻ പറ്റൂ. പ്രിയപ്പെട്ട എൻ്റെ പ്രേക്ഷകരെ, അതാണ് ഞാൻ വെള്ളിയാഴ്ച ധർമ്മപദത്തിലൂടെ നിങ്ങളെടുത്ത് പറയുന്നത്. വേണ്ടാത്ത ചിന്തകൾ കളയൂ എന്ന് പറയുന്നത്. ആ ചിന്തകളുടെ പേരാണ് മനസ്സ്. നിങ്ങൾ ചിന്തിച്ചു കൂട്ടുന്ന ചിന്തകൾ, അതെല്ലാം കൂടെ ഒരിടത്ത് കൂമ്പാരം കൂടി കിടക്കുന്നതിൻ്റെ പേരാണ് മനസ്സ്. നിങ്ങൾ പുതിയതായിട്ടൊന്നും ചിന്തിക്കാതിരുന്നാൽ ആഹാരം കിട്ടാതെ ഈ ചിന്തകൾ ശോഷിച്ചില്ലാതാകും. കാരണം മനസ്സില്ലാതായാൽ മാത്രമേ ഗോലോകത്തേക്ക് പ്രവേശിക്കാൻ പറ്റൂ. മനസ്സില്ലാതാവുക എന്ന് പറഞ്ഞാൽ ചിന്തകൾ ഇല്ലാതാവുക. അവിടെ ഉള്ളവർക്ക് അഹങ്കാരമില്ല. ശാസ്ത്രത്തിൽ പറയുന്ന 16 വികാരങ്ങളില്ല. ഇവർക്കൊന്നും ഗോലോകത്തേക്ക് പ്രവേശനമില്ല. അവിടെ സത്വഗുണവുമില്ല, രജോ ഗുണവുമില്ല, തമോ ഗുണവുമില്ല. ദേവന്മാരെല്ലാം അമ്പരന്ന് നിൽക്കുകയാണ്. അങ്ങനെ അവര് വന്ന് ഗോലോകത്തിന്റെ കവാടത്തിന്റെ അടുത്തെത്തി. ആ കവാടത്തിന്റെ അടുത്തെത്തിയപ്പോ കാണാം, അവര് കാണുകയാണ് കാമദേവനെ വെല്ലുന്ന സൗന്ദര്യമുള്ള കൃഷ്ണ പാർഷദന്മാരിങ്ങനെ നിൽക്കുകയാണ്. കാമദേവനെ വെല്ലുന്ന സൗന്ദര്യം. ശ്യാമവർണ്ണമാണ് അവിടെ, ശ്യാമവർണ്ണമായിട്ടുള്ള. അവരത്ഭുതപ്പെട്ടു പോയി. അപ്പോൾ മഹാവിഷ്ണു പറഞ്ഞു, വരൂ നമുക്ക് കയറാം. മഹാവിഷ്ണു ശിവനും ബ്രഹ്മാവും മഹാവിഷ്ണുവും പറഞ്ഞു, നമുക്ക് കയറാം. അപ്പൊ വിശാഖന പറഞ്ഞു, എന്നിട്ട് അവർ കയറിപ്പോയോ? ഇല്ല.
അവര് കയറാൻ ചെന്നപ്പോൾ കൃഷ്ണ പാർഷദന്മാർ തടഞ്ഞു, കൃഷ്ണന്റെ കാവൽക്കാര് തടഞ്ഞു. തടഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങൾക്കകത്തേക്ക് പ്രവേശനമില്ല. ഞെട്ടിപ്പോയി ബ്രഹ്മാവും ശിവനും വിഷ്ണുവും. ഞങ്ങൾക്ക് പ്രവേശനമില്ലെന്നോ? നിങ്ങൾക്ക് പ്രവേശനമില്ല. ആദ്യം നിങ്ങൾ ആരാണെന്ന് പറയുക, ഞങ്ങൾ അത് ചെന്ന് അവിടെ അറിയിക്കും, അതിനുശേഷം മാത്രമേ പറ്റുകയുള്ളൂ. അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ ഇത് നോക്കൂ, ഇത് ഈ ലോകം പരിപാലിക്കുന്ന മഹാവിഷ്ണു, ഞാനാണ് ഈ ലോകത്തെ സൃഷ്ടിച്ച ബ്രഹ്മം, ബ്രഹ്മാവ്, ഇദ്ദേഹമാണ് സംഹരിക്കുന്ന ശിവൻ. നിങ്ങൾ ശ്രീകൃഷ്ണനോട് ചെന്ന് പറയൂ, ബ്രഹ്മാവും മഹാവിഷ്ണുവും ശിവനും വന്നിരിക്കുന്നു എന്ന് പറയൂ. അപ്പോൾ ഈ ശിവപാർഷദിൽ ഒരാൾ പറഞ്ഞു, സഖി, വേഗം ചെന്ന് ശ്രീകൃഷ്ണ ഭഗവാനോട് കാര്യങ്ങൾ ഉണർത്തിക്കൂ. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് ബ്രഹ്മാവ് പറഞ്ഞു, അല്ല, ഇത് പുരുഷനല്ലേ, പിന്നെ സഖി എന്ന് വിളിച്ചതെന്ത്? അത് കേട്ടപ്പോൾ മഹാവിഷ്ണു പൊട്ടിച്ചിരിച്ചിട്ട് പറഞ്ഞു, ഗോലോകത്ത് ഒരേ ഒരു പുരുഷനേ ഉള്ളൂ, അത് ശ്രീകൃഷ്ണനാണ്. ബാക്കിയൊക്കെ സ്ത്രീകളാകുന്നു, ബാക്കി മുഴുവനും സ്ത്രീകളാണ്. വിഷാദ പറഞ്ഞു, സ്ത്രീകളോ? ഗോലോകത്ത് ആ നിന്നത് പുരുഷനല്ലേ, പിന്നെ അതെങ്ങനെയാണ് സ്ത്രീ ആകുന്നത്? അപ്പോൾ പറഞ്ഞു, ഗോലോകത്തെ ഏത് പുരുഷനെയും അവര് സ്ത്രീ ആയിട്ടാണ് കണക്കാക്കുന്നത്. ഗോലോകത്തൊറ്റ പുരുഷനേ ഉള്ളൂ. പുരുഷന് ചില ഗുണഗണങ്ങളുണ്ട്, അതെല്ലാം തേടുമ്പോഴാണ് അവൻ പുരുഷനാകുന്നത്. രൂപം കണ്ടല്ല ഒരാൾ പുരുഷനാകുന്നത്. ആ ഗുണഗണങ്ങളെ കുറിച്ച് പിന്നീട് വർണ്ണിക്കുന്നുണ്ട്. അപ്പൊ ഭൂമിയിലെ നമ്മളാരും പുരുഷന്മാരല്ല, നമ്മളുമൊക്കെ സ്ത്രീകളാണെന്ന് ഓരോ പുരുഷനും മനസ്സിലാകും. അങ്ങനെ എന്ത് ചെയ്യുകയാണ്? ബ്രഹ്മാവും വിഷ്ണുവും ശിവനും കാത്തു നിൽക്കുക അനുമതിക്ക് വേണ്ടി. ഒന്ന് ആലോചിച്ച് നോക്കെ, എൻ്റെ പ്രേക്ഷകരൊന്ന് ആലോചിച്ച് നോക്കെ. നമ്മുടെ കണ്ണിൽ ശിവനും വിഷ്ണുവും ബ്രഹ്മാവും ഒക്കെ ആരാണ്? ആ ശിവനും ബ്രഹ്മാവും വിഷ്ണുവും രാധാറാണി അടക്കി വാഴുന്ന ഗോലോകത്തിന്റെ വാതിലിൽ ചെന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. ഇനി അവിടുന്ന് അനുമതി കിട്ടിയാലേ അകത്തോട്ട് കയറാൻ പറ്റൂ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ കാണാം, വരുന്നു മഞ്ഞ പീതാംബരമുടുത്ത് കയ്യിലൊരു ശൂരൽ വടിയുമായി വരികയാണ്. കൃഷ്ണനല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ, ശതചന്ദ്രാന നടന്നു വരികയാണ്. ആ ശതചന്ദ്രാന നടന്ന് ബ്രഹ്മാവും വിഷ്ണുവും ശിവനും നിൽക്കുന്ന അടുക്കൽ എത്തിച്ചേർന്നു. അവരമ്പരന്ന് ശതചന്ദ്രാനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ശതചന്ദ്രാനന ഇവരെ 3 പേരെയും ഒന്ന് നോക്കി. ബ്രഹ്മാവും മഹാവിഷ്ണുവും ശിവനും അമ്പരന്ന് നിൽക്കുകയാണ്. കാരണം എന്തൊരു സൗന്ദര്യമാണ്, അസാധാരണമായ ഒരു പ്രഭയാണ്. അപ്പോൾ ആ ശതചന്ദ്രാനന തൻ്റെ ചൂരൽ വടി ഒന്ന് ചുഴറ്റി, തോളുകളൊന്ന് ഉയർത്തിയതിനു ശേഷം വായുവിൽ 2 വിരലുകൾ കൊണ്ട് 3 വട്ടം ഇങ്ങനെ ചൂരൽ വടി കറക്കിയിട്ട് ചോദിച്ചു, നിങ്ങളാണോ ശ്രീകൃഷ്ണ ഭഗവാനെ കാണാൻ വന്ന വിഷ്ണു, ബ്രഹ്മാവ്, ശിവൻ? അപ്പൊ 3 പേരും കൂടെ പറഞ്ഞു, അതെ. അപ്പോൾ ശതാനനെ അവരോട് ചോദ്യം ചോദിച്ചു. ആ ചോദ്യം കേട്ട് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെ ഞെട്ടിപ്പോയി, ശരിക്കും വിയർത്തുപോയി. ഇവിടം സംരക്ഷിക്കുന്ന, ഈ ലോകം സൃഷ്ടിച്ചത് ഞാനാണെന്ന ബ്രഹ്മാവിന്റെ ഭാവവും അതിനെ പരിപാലിക്കുന്നത് ഞാനാണെന്ന വിഷ്ണുവിന്റെ ഭാവവും അതിനെ സംഹരിക്കുന്ന ഞാനാണെന്ന ശിവന്റെ ഭാവവും ഒറ്റയടിക്കില്ലാതായി പോയി. തങ്ങൾക്കും അഹംബോധമുണ്ടായിരുന്നു, അതില്ലാതായി തീരുന്നത് അവര് അറിയുകയായിരുന്നു. അവര് ശതാനന്ദയുടെ ചോദ്യത്തിന് മുന്നിൽ പതറിപ്പോയി. ഈ 3 പേരും ശതചന്ദ്രാനനയുടെ ചോദ്യത്തിന് മുന്നിൽ പതറിപ്പോയി. എന്തു പറയണമെന്നറിയാതെ നിന്ന് വിയർത്തു. അതെ, ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെ പോലും വിയർപ്പിച്ച, അവരുടെ പോലും അഹംബോധം കളഞ്ഞ ശതചന്ദ്രാനനയുടെ ചോദ്യം എന്തായിരുന്നു? ഇനി എന്താണ് സംഭവിക്കുന്നത്? ഇനി ഗോലോകത്തിന്റെ ഉള്ളിൽ എന്താണുള്ളത്? അതെ, കാത്തിരിക്കൂ. അടുത്ത ചൊവ്വാഴ്ച ഞാൻ വരും. രാധേ രാധേ, ഓ രാധേ രാധേ, രാധേ രാധേ, ഓ രാധേ രാധേ, രാധേ രാധേ, ഓ രാധേ.
രാധേ 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 ഓ രാധേ 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 ഓ രാധേ രാധേ ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രാസേശ്വരി രാധികായേ സ്വാഹ.